മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ചർച്ചയാകുമ്പോൾ പുത്തുമലയിൽ ഭൂമി നഷ്ടപ്പെട്ടവരെ കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോഴും പാടികളിൽ ജീവിതം തുടരുന്ന അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും 5 വർഷമായിട്ടും ഒരു നടപടിയും സർക്കാർ എടുത്തില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ ബോധ്യത്തിലാണ് നമ്മളുള്ളത്. സുജിത് അയ്യപ്പൻ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്, അത് കാണാം. 2019 പുത്തുമല ദുരന്തത്തിൻ്റെ തൊട്ട് മുമ്പ് അവിടെ സ്ഥലമുണ്ടായിരുന്ന വീട്ടുകാരാണ് എനിക്കൊപ്പമുള്ളത്. ആബിദ ഷമീർ. ആ സ്ഥലം അവിടെ പൂർണ്ണമായും ദുരന്തത്തിൽ ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് ഇതിനുശേഷം 2 വർഷത്തോളം ഇവർ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ ഒരു പാടി മുറിയിലാണ് താമസിക്കുന്നത്. ഇവർക്ക് ഉൾപ്പെടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടായിട്ടില്ല. വീട് വെക്കാനായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നത്. ആ സ്ഥലം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പുനരധിവാസത്തിൻ്റെ കാര്യം ഇനിയും ശരിയാകാത്തൊരവസ്ഥയാണുള്ളത്. ഇതൊക്കെ ഇവർ അയച്ച അപേക്ഷകളുടെ പകർപ്പുകളാണ്. ആ അപേക്ഷകളുടെ പകർപ്പുകൾ കാണുമ്പോൾ തന്നെ എത്രമാത്രം ദുഃഖഭരിതമായ അവസ്ഥയിലാണ്. ഒരുപക്ഷെ മഴക്കാലത്തൊക്കെ ഇവർക്ക് എപ്പോഴും മാറി താമസിക്കേണ്ട അവസ്ഥയാണ്. ഇവർ എങ്ങോട്ട് പോകും എന്ന് പോലും അറിയാത്തൊരു സ്ഥിതിയുണ്ട്. ഇവിടെ എത്ര വീട്ടുകാർ ഇങ്ങനെ സ്ഥലം നഷ്ടപ്പെട്ടവരുണ്ട്? എന്താണ് സ്ഥിതി? ഇവിടെ ഇപ്പം 4 പേരുണ്ട്. അങ്ങനെ പിന്നെ വേറെ 4 പേർക്ക് പിന്നെ സംഘടനയായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നാണ് പറയണത്. ഇത് 5 വർഷമായി ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലം നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഒരു സഹായം സർക്കാരിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല. എന്തെന്നാ പറയുക, ചെറിയ മക്കളായിട്ട് ഓരോ മഴ വരുമ്പോഴും ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കേണ്ട അവസ്ഥയാണ്. എവിടേക്ക് ഞങ്ങൾ പോകും? ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ ക്യാമറൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. കഴുത്തിലുള്ള മഹർ വരെ വിറ്റിട്ടാണ് നമ്മൾ സ്ഥലം മേടിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ ഒന്നും നമുക്ക് കിട്ടാനില്ല. അതിലുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. കൃഷി ഉണ്ടായിരുന്നു, കൃഷി നഷ്ടപ്പെട്ടു. അതൊന്നും നമുക്കൊരു അനുഭവം ഇപ്പം കിട്ടാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ പുത്തുമല ദുരന്തം ഉണ്ടായിട്ട് അവിടെ വീട് വെച്ച് അവിടെ തന്നെ ഉണ്ട് 2.5 ഏക്കറോളം സ്ഥലം. അതിന്നെങ്കിലും ഒരു 5 സെൻറ്റ് സ്ഥലം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്കൊരു അംഗീകാരം എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ മഴക്കാലത്ത് വീണ്ടും ഈ മാറി താമസിക്കേണ്ട ഗതികേടുണ്ട്. എവിടേക്ക് മാറുന്നുള്ള ഒരവസ്ഥയും കൂടി ഉണ്ടല്ലേ? മഴക്കാലത്ത് ഞങ്ങൾ ഒന്നുകിൽ ബന്ധു വീട്ടിലേക്ക് മാറും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പിലേക്ക് മാറി താമസിക്കും. ഇതാണ് ഇപ്പം ഞങ്ങളുടെ അവസ്ഥ. ഈ പാടിമുറിയിലേക്ക് ജീവിതം വീണ്ടും മാറുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതെ, വീട് വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങള്. എല്ലാം ജിയട്ടാക്ക് എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. വീടില്ല സ്ഥലത്ത്. അതാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഇനി ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടിട്ടോ, ഇനിയൊരു ദുരന്തം ഇതുപോലെ വന്നിട്ട് ഒരു മരണപ്പെട്ടിട്ട് നമുക്ക് ഒരു വീട് കിട്ടുന്നതിലും നല്ലത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട് തരുന്നതല്ലേ. അതാണ് ഞങ്ങൾ എവിടെയും ഞങ്ങൾ പറയണത്. എന്തായാലും ഇവരെ പോലെ 4 കുടുംബങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവരുൾപ്പെടെ 4 കുടുംബങ്ങൾ കൂടി ഉണ്ട്. ഇതുപോലെ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം തന്നെ ഈ സ്ഥലം നഷ്ടപ്പെട്ട മനുഷ്യരെ എങ്ങനെയാണ് സർക്കാർ പരിഗണിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഇവരുടെ അനുഭവം ഇതാണ്. ഇവർക്ക് ഇത്ര കാലമായിട്ടും 5 വർഷമായിട്ടും ഒരു വീട് നൽകാൻ ആരും തയ്യാറായിട്ടില്ല. വീട് വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈ പുത്തുമലയിൽ സ്ഥലത്ത് വീട് വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ ദുരന്തം ഉണ്ടാവുകയും പൂർണ്ണമായും വീട് ഒലിച്ചു പോവുകയും ചെയ്തത്. ഇത്തരത്തിൽ സ്ഥലം നഷ്ടപ്പെട്ട മനുഷ്യരെ കൂടി പരിഗണിക്കാനുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. മനു ദാമോദരനൊപ്പം പുത്തുമലയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24.